ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ മുക്കട്ട ജുമാ മസ്ജിദിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് ഷൗക്കത്ത് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്ക്കൊപ്പമാണ് ആര്യാടൻ ഷൗക്കത്ത് പള്ളിയിലെത്തിയത്. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم وصل قراءتنا ഔപചാരികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ എത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഇന്നത്തെ പര്യടന പരിപാടികളിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് കടക്കുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റ് VS ജോയ്ക്കൊപ്പം ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയാണ്. ഞങ്ങളുടെയൊക്കെ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ VV പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എന്റെ ദൗർബല്യവും ഒക്കെ എന്റെ പിതാവാണ്. എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ഒറ്റ അഭിലാഷം ഉണ്ടായിരുന്നു. അതാര് എന്നല്ല, ഞാൻ എന്നല്ല, ആരായാലും, അത് ഞാനായാലും ജോയി ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂരിൽ തിരിച്ചു പിടിക്കുക. നിലമ്പൂർ നഷ്ടപ്പെട്ട ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അതിന്റെ ഒരു എന്ന് ഞങ്ങളൊക്കെ ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച് ഞങ്ങളതിനു വേണ്ടി ഇറങ്ങുന്നു എന്ന് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തി
പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷമാണ് പ്രചരണത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് വികാരാധീനായാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആര്യാടൻ മുഹമ്മദ് മരിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ നിലയ്ക്ക് പ്രത്യേകതകളുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെയും ഒപ്പം കഴിഞ്ഞ തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വി പ്രകാശ്, അദ്ദേഹവും ഇപ്പോൾ ജീവനോടെ ഇല്ല. അദ്ദേഹത്തിന്റെയും സ്മരണകൾക്ക് മുന്നിൽ അവരുടെ ആഗ്രഹമനുസരിച്ച് ഈ മണ്ഡലം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യം തന്നെ നിറവേറ്റും എന്നതാണ് ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ആ തീരുമാനം, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ ആവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. നിലമ്പൂരിലെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതിൽ ഖേദിക്കുന്നു. VS ജോയും ആര്യാടൻ ഷൗക്കത്തും ഒന്നിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. VS ജോയ് ആ ഒരു പിന്തുണ പൊതുസമൂഹത്തിന് മുന്നിലും രാഷ്ട്രീയ കേരളത്തിന് മുന്നിലും ഏറ്റവും മര്യാദയുടെ ഒരു മുഖമായി തന്നെ VS ജോയ് ഷൗക്കത്തിനൊപ്പം എത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഈ മുന്നണി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ്. പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിച്ച, ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം തുല്യം തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ്. പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ്. കൈവിട്ടു പോയ UDFന്റെ ഉരുക്കുകോട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെയും പ്രകാശ് ഏട്ടന്റെയും അന്തിമാഭിലാഷം. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായ, ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടി. തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് UDFന്റെ പ്രവർത്തകരുണ്ട്. അദ്ദേഹത്തിന് 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. തീർച്ചയായും ജൂൺ മാസം 23-ന് വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു വരും. ആര്യാടൻ സാറിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിച്ച് അത് പൂർത്തീകരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നേതൃത്വം നൽകുകയാണ്. അതിവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കും. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും സ്ഥാനാർത്ഥി പ്രതികരിക്കില്ലായിരിക്കും. പ്രസിഡന്റ് സംസാരിക്കാൻ ഇന്നലെ അൻവർ നടത്തിയ പ്രസ്താവനകൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു ഇതിനോട് എന്താണ്? സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായം. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ശരി, ഇന്നലെ വൈകിട്ടാണ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ തന്നെ പ്രചാരണങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരും. ആദ്യഘട്ടത്തിൽ നിലമ്പൂരിന്റെ സുൽത്താൻ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ സുൽത്താൻ എന്നൊക്കെയാണ് ആര്യാടൻ മുഹമ്മദ് അറിയപ്പെട്ടിരുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ആദ്യ മേൽവിലാസവും. അതിനെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഇന്ന് രാവിലെ
ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിലെത്തി പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷമാണ് ഔപചാരികമായി പ്രചാരണങ്ങളിലേക്ക് കടക്കുന്നത്. VS ജോയും ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുണ്ടായിരുന്നു. ഈ മണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും VS ജോയും പറഞ്ഞത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത പേരാണ് ആര്യാടൻ മുഹമ്മദിന്റേത്. അത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന മേൽവിലാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ പ്രചാരണം തുടങ്ങുകയാണ്. ശേഷ തീർച്ചയായും ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ എന്നാൽ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ മുഹമ്മദ് എന്നാൽ നിലമ്പൂരും എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഏതാണ്ട് 30 പതിറ്റാണ്ടോളം UDFന്റെ കോട്ടയായി മാറിയ ഇടമായിരുന്നു. പക്ഷേ അവിടെ PV അൻവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി വിജയം കൈയാളുന്ന കാഴ്ച. അതുകൊണ്ട് അന്തരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ അവസാന ആഗ്രഹം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം അധ്യക്ഷനായ പി പ്രകാശിന്റെ ആഗ്രഹവും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേരുടെ ആഗ്രഹങ്ങളും സാധിക്കാനായാണ് തങ്ങൾ ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങുന്നത് എന്നാണ് DC പ്രസിഡന്റ് PS ജോലിയും ഒപ്പം ആര്യാടൻ ഷൗക്കത്തും വ്യക്തമാക്കുന്നത്. മറ്റു ഒരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ ഈ ഘട്ടത്തിലില്ല. അവിടെ വിജയം എന്നതിൽ പുറഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അന്തറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ UDFന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം. ഇന്ന് നമ്പർ വിളിക്കാൻ ആരെങ്കിലും ഇന്ന് രാവിലെ ഔപചാരികമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത് ന്യൂസ് 18നോട്. സംസ്ഥാന സർക്കാരിനെതിരെ UDFും PV അൻവറും ഉന്നയിക്കുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്. അൻവർ അത് മനസ്സിലാക്കി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ന്യൂസ് 18നോട് പറഞ്ഞു. ഒട്ടേറെ അനിശ്ചിതത്വങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനൊടുവിലാണ് അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവിടെ നിലമ്പൂരിൽ സംബന്ധിച്ചിടത്തോളം UDFന് പ്രതീക്ഷ എന്നല്ല, വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ 2 ടേമായി, കാരണം കഴിഞ്ഞ 34 വർഷമായി നിലമ്പൂരിൻ്റെ MLA ആയിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ അത് UDF മാറിയതിനു ശേഷം 2016 മുതൽ അത് മുരടിച്ച് നിൽക്കാൻ യാതൊരു തുടർ പ്രവർത്തനങ്ങളുമില്ല. നിലമ്പൂരിൻ്റെ ബൈപ്പാസ് ആവട്ടെ, KSRTC ബസ് സ്റ്റേഷൻ ആവട്ടെ, നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് ആവട്ടെ, പുതിയ പദ്ധതികൾ കൊണ്ടുവരണ്ട. UDF കൊണ്ടുവന്ന പദ്ധതികൾ അതിനൊരു തുടർച്ച പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയോര കർഷകർ തിങ്ങി നിവസിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ. 950കളിലും 60കളിലുമൊക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കടന്നു വന്ന മലയോര കർഷകർ, അവരാണ് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അവരൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിക്കടുത്തൊരു പള്ളിക്കൂടം ഉണ്ടാക്കി. ആ പള്ളിക്കൂടത്തിലാണ് നിലമ്പൂരിലെ പല ആളുകളും ആദ്യമായി അക്ഷരങ്ങൾ പഠിച്ചത്. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷം നിലവിലുണ്ട്. പക്ഷേ ഈ മലയോര കർഷകർക്ക് ഇന്ന് അവർ വിയർപ്പൊഴുക്കുന്ന ഈ കൃഷിഭൂമിയിൽ അവർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അത് ദയനീയമായി, പൈശാചികമായി, ക്രൂരമായ അക്രമങ്ങളിൽ അവർ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാവിശേഷം നിലനിൽക്കാൻ 1, 2, 3 അല്ല, യാതൊരു പരിഹാരവും ഇല്ല. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം PV അൻവറിന് കടുത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇനി എന്താണ് അൻവറിന് മുന്നിലുള്ള വഴിയെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അൻവറിനെതിരെ തുറന്നടിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഇന്ന് രംഗത്തെത്തി. അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് അനിൽകുമാർ ഇന്ന് രാവിലെ ന്യൂസ് 18നോട് പറഞ്ഞു. UDFുമായി ചേർന്ന് പോകാൻ തീരുമാനിച്ചവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് അറിയില്ല. അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് LDFനെതിരായ പോരാട്ടത്തെ ദുർബലമാക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്നും അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്.
24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനു മുമ്പുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, അൻവർ ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ സ്വാധീനിച്ചു? ഒരിക്കലുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ ആലോചിച്ച് ഞങ്ങൾക്ക് പ്രഗത്ഭരായ 2 പേരുണ്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ. ആ 2 പേരിൽ ആരെ വേണം എന്നുള്ളത് ഞങ്ങൾ എല്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി, KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും അഭിപ്രായമെടുത്ത് കഴിഞ്ഞ് ഞങ്ങളും KPCCയുടെ നിലവിലുള്ള ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും UDF കൺവീനറുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ പേരിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും VS ജോയ് ഏറ്റവും പ്രഗത്ഭനായ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. ഞങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. യാതൊരു ബുദ്ധിമുട്ട് കാര്യത്തിൽ വന്നിട്ടില്ല. ജോയിയുടെ നിലപാടും ഇതിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കിയോ? ഒരിക്കലുമില്ല. ജോയി, ഞാൻ സൂചിപ്പിക്കുകയാണ്, ജോയി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. ആ രീതിയിൽ അദ്ദേഹം ഒരു രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ ഏറ്റവും നല്ല രീതിയിൽ ആദ്യം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹമാണ്. ഞങ്ങൾ എല്ലാവരും, കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിനകത്ത് എല്ലാവരോടും അദ്ദേഹം പൂർണ്ണ സഹകരണം പാർട്ടിക്ക് ഉണ്ടാകും. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റാണ്, ആ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പലരും ആശയക്കുഴപ്പം, പലതും കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരത്തിലൊന്നുമില്ലാതെ സുഗമമായി തീരും എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ തീർന്നു. തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് PV അൻവറാണ്. PV അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ് പലവട്ടം. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അൻവറിന്റെ ഭാഗത്ത്? അല്ല, UDFനെ പിന്തുണയ്ക്കുന്നവരാരായാലും UDFന്റെ സ്ഥാനാർത്ഥി അത് ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. ഇത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്, UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്തുണയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പിന്തുണയ്ക്കുന്നതിന് പകരം ഉണ്ടാക്കിയ വിമർശനങ്ങൾ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു ആശയവിനിമയം അദ്ദേഹവുമായി നടന്നിരുന്നു അതിനുശേഷം? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നു സ്ഥാനാർത്ഥിയെക്കുറിച്ച്. അത് ഒരു മുന്നണി സംവിധാനത്തിൽ അത് മുന്നണിയുടെ ഭാഗമല്ല എങ്കിൽ പോലും അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹം UDFന് പിന്തുണ നൽകുവാനും ഒക്കെ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല എന്ന് ഏറ്റവും മിനിമം ഇപ്പോൾ പറയാൻ കഴിയും. എങ്ങനെയാണ് ഇനി അൻവറിൻ്റെ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്? 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ നില പറഞ്ഞത്. അൻവറുമായി കൂടുതൽ ആലോചനകളുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്, അതിൽ തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണ വേണം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ UDFന് നിരുപാധിക പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് പിന്തുണ ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കടുത്ത നീക്കം അൻവറിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കൂടിയാലോചനകളും ചർച്ചകളും ഈ ദിവസങ്ങളും ഉണ്ടാവും UDF എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള? PV അൻവറുമായിട്ട് നിരന്തരമായും നേതാക്കളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കാറുണ്ട്, മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഈ സമയത്തും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവുമായും ബന്ധപ്പെടും. എന്നാണെങ്കിൽ ശക്തമായൊരു തീരുമാനമെടുത്ത് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റവും ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ ഞങ്ങൾ ഏപ്രിലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പ്രഖ്യാപനം വരും, മെയ്യിൽ ഇലക്ഷൻ ഉണ്ടാവും തീരുമാനിച്ചാണ്. ഇപ്പോൾ ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലാണ് ഇലക്ഷൻ. ഇത്രയും നാളായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF എത്രമാത്രം മുന്നിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മികച്ച ഭൂരിപക്ഷം തന്നെയാണ്. മികച്ച ഭൂരിപക്ഷമാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ UDF തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടും അതേപോലെ തന്നെ എന്ത് വാക്കാണോ അൻവർ തന്നത് അത് പാലിക്കേണ്ടതിന്റെ ആവശ്യവും എല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിജയം തന്നെയാണ് UDF നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്ന എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
PV അൻവറുമായി സമവായത്തിലെത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ആര്യാടൻ ഷൌക്കത്തിനെ അൻവർ പഠിക്കുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് അൻവർ ഉയർത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം താൻ അൻവറിനോട് സംസാരിച്ചിട്ടില്ലെന്നും K. സുധാകരൻ സംസാരിച്ചിരുന്നതായും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രത്യേകിച്ച് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിലാണ്. ആവശ്യമായ ചർച്ചകൾ നടത്തും. കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഈ സ്ഥാനാർത്ഥിയുടെ 2 ദിവസത്തേക്ക് പഠിക്കുമെന്നാണ് അന്നൂർ പറഞ്ഞിരിക്കുന്നത്. പഠിക്കുന്നത് നല്ല കാര്യമല്ലേ. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെയാണ് അൻവർ എതിർത്തത്. ആഭ്യന്തര വകുപ്പിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർത്തു, അഴിമതി ഭരണത്തെ എതിർത്തു. ആ ജനകീയ പ്രശ്നങ്ങളെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുകയാണ്. ആ വിഷയങ്ങൾ തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. അപ്പോൾ ആ വിഷയാധിഷ്ഠിത സഹകരണം അൻവറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ 2 ദിവസം കാത്തിരിക്കൂ എന്നതായിരുന്നു PV അൻവറിന്റെ പ്രഖ്യാപനം. ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ 10 മണിക്ക് അൻവർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് നിലമ്പൂരിൽ നിന്ന്. അനുമോദ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അൻവറിന്റെ എന്താണ് ഭാവി പ്ലാൻ എന്നറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച അത് അൻവറിന്റെ ആവശ്യപ്രകാരം നടക്കുന്ന കൂടിക്കാഴ്ചയാണോ? അല്പസമയം മുൻപ് കൂടി സണ്ണി ജോസഫ് പറഞ്ഞത് സമവായത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതൊക്കെയാണ്. കുഞ്ഞാലിക്കുട്ടി വഴി ഏതെങ്കിലും ഒരു സമവായ ശ്രമം കുറച്ചുകൂടി തന്നെ കൂടി പരിഗണിക്കണമെന്നൊരു നിലപാട് അൻവർ മുന്നോട്ട് വെക്കുകയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ അൻവറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ? ശ്രീജ, ഒരു തരത്തിലും UDFന്റെ ഭാഗത്തുനിന്നൊരു സമവായ ശ്രമമല്ല, മറിച്ച് അൻവറിന് പറയാനുള്ളത് കേൾക്കുക മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ അൻവർ അങ്ങോട്ട് സമയം ചോദിക്കുകയായിരുന്നു. തുടർന്ന് അൻവറിന് പറയാനുള്ളത് കേൾക്കാൻ കുഞ്ഞാലിക്കുട്ടി സമയം അനുവദിച്ചു. അതല്ലാതെ ഇതൊരു മധ്യസ്ഥ ശ്രമമോ സമവായ ചർച്ചയോ അല്ല എന്ന തരത്തിലാണ് UDFന്റെയും ലീഗിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, PV അൻവർ അകപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു പ്രതിസന്ധിയിലാണ്. താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സമ്മർദ്ദതന്ത്രത്തിലൂടെയും സമവായത്തിലൂടെയും ഒന്നും അൻവർ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അൻവറിന് മുമ്പിൽ ആകെ ശേഷിക്കുന്നത് UDFനൊപ്പം പോവുക എന്നുള്ളതാണ്. പക്ഷേ അതിന് തന്നെ നേരത്തെ AP അനിൽകുമാർ പറഞ്ഞതുപോലെ മുന്നണി UDFനൊപ്പം നിൽക്കാം എന്ന് ഉറപ്പ് തന്ന ആൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം മയത്തിൽ പറയുമ്പോൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അതിനെതിരെ എത്രമാത്രം രോഷമുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ PV അൻവറിനെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ UDFൽ ഇപ്പോൾ ഭിന്നാഭിപ്രായമുണ്ട്. കാരണം മുന്നണിക്ക് നൽകിയ ഉറപ്പുകൾ അത് പാലിക്കുന്നതിൽ PV അൻവർ ഒരു മര്യാദ കാണിച്ചിട്ടില്ല എന്ന അഭിപ്രായം ശക്തമാണ്. ഈ വിഷയത്തിൽ തനിക്ക് എന്ത് പറയാനുണ്ട് എന്ന കാര്യം കുഞ്ഞാലിക്കുട്ടിയെ ധരിപ്പിക്കുക, അതുവഴി നാളെ ഒരു സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ UDFൽ ഈ കാര്യങ്ങൾ കുറെ കൂടി സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് അൻവറിന് മുമ്പിലുള്ള ഒരു ഉദ്യമം. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നാണ്, 2 ദിവസത്തേക്ക് പറയില്ല, കാത്തിരിക്കട്ടെ, സാഹചര്യം പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ഘട്ടത്തിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. LDFനൊപ്പം അദ്ദേഹത്തിന് ഒരിക്കലും പോകാൻ കഴിയില്ല. UDFനെ പിണക്കി സ്വതന്ത്രനാവുകയാണെങ്കിൽ അത്തരത്തിൽ നിലകൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം നേടാനുള്ള സാഹചര്യങ്ങൾ തുലവും വിരളവുമാണ് നിലമ്പൂരിൽ. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും 2 മുന്നണികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കാൻ അൻവറിനെ കൊണ്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ട് ഗുണഫലം ആർക്ക് കിട്ടുമെന്നതുകൂടി വലിയ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അൻവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉണ്ട് എന്ന് പറയാനാകില്ല. മറിച്ച് UDFനൊപ്പം നിൽക്കുന്നതിന് തനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. അതിൽ കുറച്ചുകൂടി ഒരു പരിഗണന വേണം എന്നൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് നടത്താൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയൂ. അതിൻ്റെ ആ ശ്രമങ്ങളുടെ ആദ്യ ഘട്ടങ്ങളുടെ ഭാഗമായിട്ട് കാണാം അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഇത് അദ്ദേഹത്തിന് പറയാനുള്ളത്, അൻവറിന് പറയാനുള്ളത് കേൾക്കുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന വിശദീകരണമാണ് ലീഗിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശരി, ഇനി LDFന്റെ ഭാഗത്തുള്ള ചർച്ചകളിലേക്ക് വന്നാൽ, അനുമോദ്, ഇന്നിപ്പോ അവിടെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ ചേരുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ ഒരു കരുത്തനായ നേതാവ് വേണോ, അതോ പുറത്തുനിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണമോ? ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ, അതോ ഏതാണ്ട് ഒരു ധാരണയിലേക്കെങ്കിലും LDF എത്തുന്നുണ്ടോ?
LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴും ചർച്ചകളിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു ധാരണയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടാണെങ്കിൽ നിലമ്പൂരിൽ മുൻപ് മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യുവിനെ പോലെയുള്ള ആര്യടൻ മുഹമ്മദിനെതിരെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ച നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. അതേപോലെ ഷെറോൺ റോയ്, അവർ വഴിക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗമാണ്. വഴിക്കടവിൽ അട്ടിമറി വിജയം നേടിയ നേതാവ് കൂടിയാണ് ഷെറോൺ റോയ്. നിലമ്പൂർ മണ്ഡലത്തിലുള്ള സ്വദേശി ആണ് എന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. വനിതയാണെന്നത് സ്വാഭാവികമായിട്ടും വനിതകൾക്ക് പരിഗണന കൊടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഈ ഷെറോണയെ സ്ഥാനാർത്ഥികളുടെ ഇടതുപക്ഷത്തിന് ലഭിക്കും. ഇനി അതല്ല, സ്വരാജിനാണ് ഈ ചർച്ചകളിൽ ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സ്വരാജാണെങ്കിൽ മത്സരം കുറെ കൂടി കടുത്തതാകും, വിജയസാധ്യത ഉറപ്പിക്കാനാകുമെന്നൊരു കണക്കൂട്ടലും ഇടതുപക്ഷത്തിനുണ്ട്. കാരണം സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ നിലമ്പൂർ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്, ഉന്നത നേതാവാണ്, മികച്ച പ്രഭാഷകനാണ്. അണികളെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാനും തീക്ഷ്ണമായ ഭാഷയിൽ മറുപടി പറയാനും പാർട്ടി നിലപാടുകൾ കൃത്യമായി അണികളിലേക്ക് എത്തിക്കാനും എതിരാളികൾക്ക് വിമർശനം ഉന്നയിക്കാനും ഒക്കെ എതിരാളികളെ വിമർശിക്കാനും ഒക്കെ വലിയ പ്രാഗൽഭ്യമുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും സ്വരാജാണെങ്കിൽ മത്സരം ഷൗക്കത്തിന് എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് സ്വരാജിന് തന്നെയാണ് പ്രധാനമായിട്ടും പരിഗണനയുള്ളത്. പക്ഷേ അതല്ലെങ്കിൽ ഷെറോൺ റോയ് അല്ലെങ്കിൽ തോമസ് മാത്യു എന്നീ പേരുകളിലേക്കും ചർച്ചകൾ നീളുന്നുണ്ട്. എന്നാണെങ്കിൽ ഒരു അന്തിമ ചിത്രം ഇന്ന് വൈകുന്നേരത്തോടെ ലഭ്യമാകും ഈ ഒരു യോഗത്തിന് ശേഷമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം PV അൻവറിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. ജോയിക്കാണ് വിജയസാധ്യത എന്ന നിലപാടുള്ള നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും അൻവർ സമ്മർദ്ദം ശക്തമാക്കിയതോടെ വഴങ്ങിക്കൊടുക്കരുതെന്ന നിലപാടിൽ നേതാക്കളെല്ലാം ഒന്നിക്കുകയായിരുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ സമ്മർദ്ദം എന്നത് അൻവറിന്റെ ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരു വശത്ത് നിൽക്കുകയും അൻവർ പതിവ് സമ്മർദ്ദം തുടരുകയും ചെയ്യുന്നപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് അൻവർ തന്നെയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു ഏകാഭിപ്രായം, അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നൊരു ഏകാഭിപ്രായം നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു ശ്രീജ. അതുമാത്രമല്ല, ഇന്നലെ അൻവർ നടത്തിയ പ്രതികരണവും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പല ഘട്ടങ്ങളിലായി മത്സരിക്കുമെന്ന സൂചന നൽകുന്നു. അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദ നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കേവലം അൻവറിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് UDFനും ഇതൊരു പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 2-3 ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിനു മുൻപ് പുതുപ്പള്ളിയും അതിനു മുമ്പ് തൃക്കാക്കരയൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രശ്നങ്ങളില്ലാതെ, മുന്നണിക്കുള്ളിലോ പാർട്ടിക്കുള്ളിലോ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഇലക്ഷൻ തന്ത്രമായിരുന്നു അന്നെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അതേ തന്ത്രം തന്നെ ഇവിടെ നടത്താനുള്ള ശ്രമവും ഇതിനകം തന്നെ നടത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു കല്ലുകടിയായി പിന്നെയും അൻവറിന്റെ പ്രശ്നം പലതവണ നേരത്തെ ഉണ്ടായത്. അത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അൻവർ യഥാർത്ഥത്തിൽ ഒരു തലവേദനയായി UDFന് മാറുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ഉണ്ടായത്. അതുകൊണ്ടാണ് അൻവറിന് വഴങ്ങിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് പിന്നെയും വലിയ ദുരിതങ്ങൾ ഇനി ഭാവിയിലും ഉണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തിയത്. ഫലത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഏതാണ്ട് എല്ലാവരുടെയും മനസ്സിൽ VS ജോയി തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. കാരണം ജയസാധ്യത കൂടുതൽ ജോയിക്കാണ് എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് പ്രാദേശികമായുള്ള ചില എതിർപ്പുകൾ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് അതൊരു ഇടതുമുന്നണിയുടെ മണ്ഡലമാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി. അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലം, ചെറിയ വോട്ടാണെങ്കിലും അങ്ങനെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോയിയെ പരിഗണിക്കാൻ തന്നെയായിരുന്നു നേതാക്കളുടെ ആഗ്രഹം. പക്ഷെ പിന്നെയും ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്നു അൻവർ. അങ്ങനെ അൻവറിന് വഴങ്ങിയാൽ അത് മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും, തെറ്റായ കീഴ്വഴക്കമായി മാറും. അതാണ് ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ആര്യാടൻ ഷൗക്കത്തും ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDFന്റെ ഒരു കണക്കുകൂട്ടലുള്ളത്. പക്ഷെ കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ VS ജോയിക്കായിരുന്നു സാധ്യത. അവിടെയാണ് അൻവറിന്റെ തന്നെ ചില നീക്കങ്ങൾ UDFനും കോൺഗ്രസിനും ഒക്കെ തലവേദനയായി മാറിയിരിക്കുന്നത്. ആ തലവേദന ഇപ്പോഴും തുടരുകയുമാണ്.
ശ്രീജ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു